ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ സ്പെഷ്യലായ മദ്രാസി ദോശ കഴിക്കാൻ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇത് കുറേ നാളായിട്ട് വിചാരിക്കുന്നു മദ്രാസി ദോശയെല്ലാം കഴിക്കണമെന്ന്. പക്ഷേങ്കിൽ ഇപ്പോഴാണ് കേട്ടോ സമയമായത്. ഇവരുടെ ദോശ നല്ല ഫേമസ് ആണ് കേട്ടോ, അടിപൊളിയാണ്. ഇവർക്ക് കുറേ ബ്രാഞ്ചുകളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ പല ടൈപ്പ് ഐറ്റംസ് ദോശ എല്ലാം ഉണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു. ഞങ്ങളെടുത്തതും നല്ലതാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സ്, ഞങ്ങളിതാ റെഡിയായി. വൈകുന്നേരം 5:30 മണിയായപ്പോൾ അതാ പുറത്തിറങ്ങി കേട്ടോ. പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. ചെറിയ കാറ്റെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ പോകണോ പോവണ്ടേ എന്നെല്ലാം വിചാരിച്ച് അങ്ങനെ നിന്നു. പിന്നെ വിചാരിച്ചു എന്തായാലും റെഡി ആയതല്ലേ, ഇനിയിപ്പോൾ അങ്ങ് പോയേക്കാം വിചാരിച്ച് ഞങ്ങളിതാ പോകല കേട്ടോ. പിന്നെ ഇവിടെ മൊത്തത്തിൽ നല്ല ചൂടാണ്. പക്ഷെങ്കിൽ ചെറുതായിട്ടൊന്ന് മഴമേഘം മൂടിയാൽ പിന്നെ പെട്ടെന്ന് അങ്ങ് തണുത്തോളൂ കേട്ടോ. അതുകൊണ്ട് യാത്ര ചെയ്യാൻ നല്ല സുഖമാണ്. ക്ലൈമറ്റ് അടിപൊളിയാണ്. അങ്ങനെ ഇതാ ഇവിടെ നമ്മുടെ ഷുട്ടു ഇതാ ബൈക്കിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് നല്ല എൻജോയ്മെൻറ്റിലാണ് കേട്ടോ. നല്ല പാട്ടും കളിയും എല്ലാം ആയിരുന്നു. അപ്പോൾ ഞാനങ്ങനെ അറിയാണ്ട് സൈഡ് ഗ്ലാസ്സിലൂടെ ഇങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ പഞ്ചാബിലെ മെഡിക്കൽ കോളേജ്. പിന്നെ നല്ല കാറ്റെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയപ്പോൾ പൊടിക്കാറ്റാണ്, മഴയില്ല, നല്ല പൊടിക്കാറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ബൈക്കുമേലല്ലേ നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണക്ക് നന്നായിട്ട് പൊടിയെല്ലാം പാറി വരികയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പോകാനൊന്നും കഴിഞ്ഞില്ല. പിന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് സൈഡാക്കിയിട്ട് ഇരുന്നു കേട്ടോ. പിന്നെ ഇത് വലിയൊരു പൊടിക്കാറ്റൊന്നുമല്ല, ചെറുതായിട്ടൊന്ന് കാറ്റ് വീശിങ്ങാണ്ട് പിന്നെ അങ്ങനെ നിന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ പിന്നെയും പോയിട്ടോ. പിന്നെ നമ്മൾ റൂമിൽ നിന്ന് ഒരു 2.5 കിലോമീറ്റർ എല്ലാം ഉണ്ടാവും ഈ സ്പോട്ടിലേക്ക്. അതുകൊണ്ടാണ് കേട്ടോ യാത്ര കുറച്ച് ഞാൻ വീഡിയോ എടുത്തത്. അങ്ങനെ ഇതാ നമ്മളിവിടെ ദോശ സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു കട. പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഇവരത് ഇങ്ങനെ പുറത്ത് ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങനത്തെ ഓപ്പൺ ടൈപ്പ് ആണ് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ കുറേ ടൈപ്പ് ദോശകളെല്ലാം ഉണ്ട് കേട്ടോ. കുറേ എന്തെല്ലോ പേരുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ പിന്നെ ഏതോ പേര് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ 2 ദോശയൊക്കെ എല്ലാം പറഞ്ഞു. ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കല. മഴ ഇങ്ങനെ ചെറുതായിട്ട് ഉറ്റുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങോട്ടൊക്കെ ഹായ് അടിക്കാം. சொல்லிட்டு நீ இதில் கூட போட்டு விட்றா இருக்காண்ணா தோணல തിരക്കെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഇങ്ങനെ ദോശ ചുടുന്നത് കാണാൻ നല്ല രസമല്ലേ, എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ എടുത്ത് കാണാൻ നല്ല രസമാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ ദോശ ഇവിടെ എത്തി. നല്ല സ്മെല്ലാം എല്ലാം വരുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ചൂട് ദോശ എല്ലാം കിട്ടുമ്പോൾ നല്ലതല്ലേ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ 2 എണ്ണമാണ് കേട്ടോ വാങ്ങിയത്. ഇനിയിപ്പോൾ എങ്ങനെ ടേസ്റ്റ് ഞാൻ അറിയില്ലല്ലോ, നമ്മളിത് ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്. പിന്നെ ടേസ്റ്റ് എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് പിന്നെ വാങ്ങാൻ വിചാരിച്ച് ഞങ്ങളങ്ങനെ 2 എണ്ണമാണ് പറഞ്ഞത്. സത്യം പറയാലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ദോശ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാ ദോശ അങ്ങനെയല്ല,
മസാലയ്ക്ക് എന്തല്ലോ വേറൊരു ടേസ്റ്റ് അങ്ങനെ കേട്ടോ. പിന്നെ ഇതാ വൈറ്റ് ചട്ടിനി ഉണ്ട്, പിന്നെ സാമ്പാറുണ്ട്, പിന്നെ ഇതാ ടൊമാറ്റോ ചട്നിയും കൂടി ഉണ്ട് കേട്ടോ. ഇതും കൂടി ആയപ്പോൾ അതിലിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ അടിപൊളിയാണ്. പിന്നെ ഇവരെ മസാലയിൽ ഇങ്ങനെ വെജിറ്റബിൾ സാലഡ് ഉണ്ടാവില്ലേ, ഇങ്ങനെ തക്കാളി ഉള്ളി എല്ലാം കുക്ക് ചെയ്യാണ്ട് നമ്മൾ സാലഡ് ആക്കുന്ന പോലെ ഇടുമ്പോൾ അതും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഈ മസാലേൻ്റെ അടിയിലൂടെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അപ്പോൾ ഇങ്ങനത്തെ മദ്രാസി ദോശ എല്ലാം നിങ്ങളുടെ ഇടയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കഴിച്ചോ. നല്ല ടേസ്റ്റ് കേട്ടോ, അടിപൊളിയാണ്. ഇവിടെ നുനുവിനില്ലേ ഏത് ടൈപ്പ് ദോശയൊക്കെ വലിയ ഇഷ്ടമല്ല കേട്ടോ, പക്ഷേ അവൾ പോലും ഈ ദോശ കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ ദോശ കഴിച്ചു. വേറെ സ്ഥലത്തേക്ക് പോകുകയാണ്, വേറെ സ്ഥലത്തേക്ക് പോകുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഏത് സ്ഥലമാണ് എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് സർപ്രൈസ് ആണെന്ന് എല്ലാവരും പറയുന്നത്, പക്ഷെ അറിയില്ല ഏത് സ്ഥലമാണ്. അങ്ങനെ ഇനിയിപ്പോൾ ഒന്നുമില്ല, വീട്ടിലോട്ട് പോവലാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.